ഹലോ വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മുട്ട മറച്ചതിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ റെസിപ്പി നോക്കാം. ഞാനിവിടെ 12 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട മറിച്ചത് തയ്യാറാക്കാനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി മൂത്ത് ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇനി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കിസ്മിസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കിസ്മിസും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിനകത്ത് പകുതി ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് മുകളിൽ ടോപ്പിംഗ് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത് ബാറ്റർ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെച്ച് 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീരെ അടി കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ താഴെ ഒരു പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് മുകളിലായിട്ട് നമ്മൾ ഇടാൻ വെച്ച കാഷ്യൂനട്ട് കിസ്മിസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി വരുമ്പം ഇതിൻ്റെ സൈഡൊക്കെ തനിയെ വിട്ട് വരും കേട്ടോ. പിന്നെ ഇത് കുക്കായി നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ സ്ക്രൂവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുക്കായി. ഇനി ഇത് പാനിനെടുത്ത് മാറ്റാം. താഴ്ഭാഗം കരിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.